മക്കളെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് +2 ഫിസിക്സ് NCERT എക്സസൈസ് 2 ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ. 4.8ഉം 4.9ഉം ഈ ഒരു സിംഗിൾ വീഡിയോയിൽ തന്നെ ഞാൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിൽ 4.8 ഇങ്ങനെയാണ്, അത് കഴിഞ്ഞിട്ട് നമുക്ക് 4.9 ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. എ ക്ലോസ്ലി വൗണ്ട് സോളിനോയിഡ് 80 സെൻറ്റിമീറ്റർ ലോങ് ഹാസ് 5 layers ഓഫ് വൈൻഡിങ്സ് ഓഫ് 400 ടേൺസ് ഈച്ച്. ദ ഡയമീറ്റർ ഓഫ് ദ സോളിനോയിഡ് ഈസ് 1.8 സെൻറ്റിമീറ്റർ. ഇഫ് ദ കറണ്ട് ക്യാരിയഡ് ഈസ് 8 ആംപിയർ, എസ്റ്റിമേറ്റ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻസൈഡ് ദ സോളിനോയിഡ് നിയർ ഇറ്റ്സ് സെൻറ്റർ ആണ്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ സോളിനോയിഡാണ് ടോപ്പിക് എന്ന് മനസ്സിലായിട്ടുണ്ട് മക്കളെ. അപ്പോൾ ഇതാണ് ഓക്കെ, ഇൻസൈഡ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് ടോപ്പിക്ക് നന്നായിട്ട് റിവൈസ് ചെയ്യാൻ പറ്റും. അതാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ആംപിയർ സർക്യൂട്ട് അലോൻ്റെ സെക്കൻഡ് ആപ്ലിക്കേഷനാണ് 4.8 വന്നിട്ടുള്ളത്. ഇത് ഡിസ്കസ് ചെയ്തതിന് ശേഷം 4.9 ഞാൻ ഇതേ വീഡിയോ തന്നെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് കാണാം കേട്ടോ. സ്റ്റിൽ തന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് മക്കളെ? ഒരു സോളിനോയിഡ് ആണല്ലേ, ഒരു സോളിനോയിഡ് ആണ്. എത്ര സെൻറ്റിമീറ്റർ ആണ്? 80 സെൻറ്റിമീറ്റർ. അപ്പോൾ L is equal to 80 സെൻറ്റിമീറ്റർ എന്ന് എടുക്കാം. ഇക്വേഷൻസ് ഒക്കെ ഞാൻ പറയൂ കേട്ടോ. ഓക്കെ, എത്ര ലേയേഴ്സ് ഉണ്ടെന്നാണ് പറയുന്നത്? 5 layers. അത് നന്നായിട്ട് ശ്രദ്ധിക്കണേ. 5 layers ആണ്. ഇങ്ങനെ 5 layers ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ N is equal to 5 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. സ്മോൾ എൻ ഓർ ക്യാപിറ്റൽ എൻ, സ്മോൾ എൻ ആണ് നോർമലി യൂസ് ചെയ്യാറുള്ളത്. ഓക്കെ, വൈൻഡിങ്സ് ഓഫ് 400 ടേൺസ്. അപ്പോൾ അത് ശ്രദ്ധിക്കണം കേട്ടോ. 5 ലെയറിൽ ഓരോ ലെയറിലും 400. അപ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. ദാറ്റ് മീൻസ് അപ്പോൾ ടോട്ടൽ ടേൺ എത്രയാണ്? 400 അല്ല, 5 × 400. 5 ലെയറുകളിലായിട്ട് 400 ടേൺസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ എത്രയാണ്? 2000 ടേൺസുകൾ ഉണ്ടാവും അല്ലേ ടോട്ടൽ. ഓക്കെ, ദെൻ ഇതിൽ കൂടി ഒഴുകുന്ന കറണ്ട്, അതിൻ്റെ ഇടയ്ക്ക് ഡയമീറ്റർ തന്നിട്ടുണ്ട്, അതിൻ്റെ ആവശ്യമില്ല. ഓക്കെ, അത് നമ്മൾ കൺഫ്യൂസിങ് ഫാക്റ്റ് ആണ്, അതുകൊണ്ട് ഞാൻ എഴുതുന്നില്ല. കറണ്ട് ക്യാരിയഡ് ഈസ് 188 ആംപിയർ ആണ്. അപ്പോൾ I is equal to 8 ആംപിയർ ആണെന്ന് തന്നിട്ടുണ്ട്. എസ്റ്റിമേറ്റ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻസൈഡ് ദ സോളിനോയിഡ് നിയർ ഇറ്റ്സ് സെൻറ്റർ. നമുക്കറിയാലോ, കാരണം മാഗ്നറ്റ് സോളിനോയിഡിൻ്റെ സെൻറ്ററിലാണ്. ഓക്കെ, നിയർ ഇൻസൈഡിൽ തന്നെ സെൻറ്ററിലാണ് ഏറ്റവും കൂടുതൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുക. അപ്പോൾ അതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത് തന്നെ. അപ്പോൾ B is equal to എന്താണ്? മാഗ്നിറ്റ്യൂഡ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻസൈഡ് ദ സോളിനോയിഡ്. ഇക്വേഷൻ ഇതാണ്. B is equal to μ0 Ni. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡെറിവേഷൻ മക്കളെ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിട്ടുണ്ടാവണം. ഓക്കെ, അതിൻ്റെ ഡെറിവേഷൻ വേണമെങ്കിൽ പ്ലേലിസ്റ്റ് മൂവിങ് ചാർജസ് ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. μ0ൻ്റെ വാല്യൂ എത്രയാണ്? 4π × 10⁻⁷ ആണ്. ദെൻ N ടോട്ടൽ ടേൺസ് എത്രയാണ്? 2000 എന്ന് പറഞ്ഞാൽ 2 × 10⁻³ എന്ന് എഴുതാലോ, ഐൻ്റെ വാല്യൂ എത്രയാണ്? 8 ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾക്ക് ഒന്ന് സോൾവ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നെക്സ്റ്റ് എത്ര വരും? B is equal to ഓക്കെ, ഇവിടെ 2 × 8 ഉണ്ട്. 2 × 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 16 ആണ്. 16 × 4. 16 × 4 എന്ന് പറഞ്ഞാൽ എത്ര വരും ഇവിടെ? 16 × 4 എന്ന് പറയുമ്പോൾ 40യും 24. അപ്പോൾ 64 അല്ലേ ഉണ്ടാവുക. അപ്പോൾ 2 × 8 16, 16 × 4 എന്ന് പറയുമ്പം 40യും 64 അല്ലേ. 40 + 24 64. 64 × പൈൻ്റെ വാല്യൂ 3.14. ദെൻ പവർ -7ഉം 10⁻³ ആണ്. അപ്പോൾ 10⁻⁻4 അവിടെ ബാക്കി ഉണ്ടാകും. 10⁻⁻4. അപ്പോൾ 64 × 3.14 നമ്മൾക്ക് ചെയ്യണം. 64 × 3.14. ഒരു കാര്യം ചെയ്യും, അത് നിങ്ങളൊന്ന് ചെയ്തിട്ട് 64 × 3.14 × 10⁻⁴ അത്രയും ആര് ടെസ്ല. ഓക്കെ, അതാണ് ആൻസർ വരിക. 64 × 3.14 എന്ന് പറയുമ്പം ഏകദേശം ഒരു 200 ആ ഒരു റേഞ്ച് വരും അല്ലേ. 3 × 64 എന്ന് പറയുമ്പോൾ തന്നെ 180, 192 അറൗണ്ട് 200+ സംതിങ് ആയിരിക്കും ആൻസർ വരിക. × 10⁻⁻4. ഓക്കെ, അതായത് 2 പോയിൻറ്റ് സംതിങ് എടുക്കുമ്പോൾ ഒരു നെഗറ്റീവ് പവർ വാല്യൂ കുറയും. അപ്പോൾ എനിവേ നിങ്ങൾ എന്താണോ ആ വാല്യൂ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യുക, ഒന്ന് കമൻറ്റ് ബോക്സിൽ പറ്റുവാണെന്ന് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ആ ഒരു ക്വസ്റ്റ്യൻ 4.8ൻ്റെ ആൻസർ വരിക. നെക്സ്റ്റ് നമുക്ക് എന്തുണ്ട്? 4.9 ഉണ്ട്. അതെന്താണ് ക്വസ്റ്റ്യൻ എന്നും അതിൻ്റെ ആൻസർ എന്താണെന്നും കൂടി നോക്കാം. ആ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. എ സ്ക്വയർ കോയിൽ ഓഫ് സൈഡ് 10 സെൻറ്റിമീറ്റർ കൺസിസ്റ്റ് ഓഫ് 20 ടേൺസ് ആൻഡ് ക്യാരീസ് എ കറണ്ട് ഓഫ് 12 ആംപിയർ. ദ കോയിൽ ഈസ് സസ്പെൻഡഡ് വെർട്ടിക്കലി ആൻഡ് ദ നോർമൽ ടു ദ പ്ലെയിൻ ഓഫ് ദ കോയിൽ മേക്സ് ആൻ ആംഗിൾ ഓഫ് 30 ഡിഗ്രി വിത്ത് ദ ഡിറക്ഷൻ ഓഫ് എ യൂണിഫോം ഹൊറിസോണ്ടൽ മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് മാഗ്നിറ്റ്യൂഡ് 0.8 ടെസ്ല. വാട്ട് ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ടോർക്ക് എക്സ്പീരിയൻസ്ഡ് ബൈ ദ കോയിൽ? അപ്പോൾ ടോപ്പിക്ക് മാറി തൊട്ടും ആംപിയർ സർക്യൂട്ട് അല്ലോയാണ്. ഈ ഒരു പ്രോബ്ലത്തിൻ്റെ കോൺസെപ്റ്റ് ഏതാണ്?
ടോർക്ക് ആക്ടിങ് ഓൺ എ മാഗ്നറ്റിക് നമ്മൾ പറയും റെക്ടാങ്കുലർ കോയിൽ വെൻ ഇറ്റ് ഇസ് പ്ലേസ്ഡ് ഇൻ എ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഡീറ്റെയിൽ ചെയ്ത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ ക്വസ്റ്റിൽ തന്നെ എന്താണ് ഒരു സ്ക്വയർ കോയിലാണെന്ന് ക്വസ്റ്റ്യൻ പറയുന്നുണ്ടല്ലോ. ഒരു സ്ക്വയർ ആണ്. അപ്പോൾ എൻ്റെ സൈഡ് തന്നിട്ടുണ്ട് 10 സെൻറ്റിമീറ്റർ. നമുക്കൊരു കാര്യം ചെയ്യാം, അതിന് L എന്ന് വിളിക്കാം. അപ്പോൾ L ഇസ് ഈക്വൽ ടു എത്രയാണ് 10 സെൻറ്റിമീറ്റർ ആണെന്ന് ക്വസ്റ്റ്യൻ തരുന്നത്. കൺസിസ്റ്റ് ഓഫ് 20 ടേൺസ്, സ്മോൾ എൻ ഓർ ക്യാപിറ്റൽ എൻ 20 എന്ന് വിളിക്കാം. ദെൻ ക്യാരീസ് എ കറണ്ട്. ഓക്കെ, ഈ കോയിലിൽ കൂടി ഒഴുകുന്ന കറണ്ട് തന്നിട്ടുണ്ട്. എത്ര കറണ്ടാണ് ഒഴുകുന്നത്? 12 ആംപിയർ കറണ്ടാണ്. അതിലൂടെ എഴുതാം I ഇസ് ഈക്വൽ ടു 12 ആംപിയർ. ഇപ്പോൾ നമ്മൾ ഗിവൺ ദാറ്റ് ചെയ്യാൻ നോക്കട്ടോ. ഓക്കെ, ആൻഡ് ഇത് ഈ കോയിൽ സസ്പെൻഡ് വെർട്ടിക്കൽ ആണ്. ദ നോർമൽ ടു ദ പ്ലെയിൻ ഓഫ് ദ കോയിൽ മേക്സ് ആൻ ആംഗിൾ. അതിനാണ് നോർമൽ ടു ദ പ്ലെയിൻ, അത് ശ്രദ്ധിക്കണം കേട്ടോ. നോർമൽ ടു ദ പ്ലെയിൻ ഓഫ് ദ കോയിൽ മേക്സ് ആൻ ആംഗിൾ ഓഫ് 30 ഡിഗ്രി. ദാറ്റ് മീൻസ് തീറ്റ തന്നെയാണ് 30 ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതർവൈസ് 90 മൈനസ് തീറ്റ ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് പറയുന്നത്. ഇവിടെ പ്രശ്നമില്ല, കാരണം നോർമൽ ടു ദ പ്ലെയിൻ ഓഫ് ദ കോയിൽ. ഈ കോൺസെപ്റ്റ് ഞാൻ ആ വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ കോൺസെപ്റ്റ് അറിയാത്തവർ നിർബന്ധമായിട്ട് കാണണേ, കാരണം ഡയറക്റ്റായിട്ട് 30 എടുക്കാൻ പാടില്ല. ഇവിടെ നോർമൽ ടു ദ പ്ലെയിൻ ഓഫ് ദ കോയിൽ മേക്സ് ആൻ ആംഗിൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് 30 ഡയറക്റ്റ് എടുത്ത് വിത്ത് ദ ഡയറക്ഷൻ ഓഫ് യൂണിഫോം ഹൊറിസോണ്ടൽ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തീറ്റ 30 തന്നെയാണ്. B ഇസ് ഈക്വൽ ടു 0.8 ടെസ്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ടോർക്കാണ് അവിടെ ടോർക്ക് റെക്ടാങ്കുലർ കോയിൽ. ഇതിലൂടെയാണ് നമ്മൾ MCGയിലേക്ക് പോവുക കേട്ടോ. ഓക്കെ, അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുമ്പാണ് ഈ ഒരു കോൺസെപ്റ്റ് വരിക. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ടോർക്കിൻ്റെ ഇക്വേഷൻ ആണ് വെൻ N ടേൺസ് ഉണ്ടെങ്കിൽ സമയത്ത് NABI. ഓക്കെ, നെബി എന്നൊക്കെ വിളിക്കുക, അല്ലെങ്കിൽ ബീന അബി എന്നൊക്കെ വിളിച്ചിട്ട് NAB സൈൻ തീറ്റ. ഇതാണ് ഇക്വേഷൻ. ഓക്കെ, N എത്രയാണ്? N എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 ആണ്. ദെൻ അവിടെയാണ് ഒരു കാര്യം, A കണ്ടുപിടിക്കണം. അപ്പോൾ ലെങ്ത്ത് തന്നിട്ടുണ്ട്, സൈഡ് തന്നിട്ടുണ്ട്, ഇസ് എ സ്ക്വയർ. അപ്പോൾ സെൻറ്റിമീറ്റർ മീറ്റർ ആക്കണം. അപ്പോൾ 10 × 10 റേസ്. അപ്പോൾ ഇവിടെ ഒരുമിച്ച് തന്നെ ചെയ്യാം മക്കളെ. ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ? സ്ക്വയറിൻ്റെ ഏരിയ എന്താ? ലെങ്ത്തിൻ്റെ സ്ക്വയർ അല്ലേ. അപ്പോൾ 10 × 10⁻²- ചെയ്തിട്ട് അതിനെന്ത് ചെയ്യണം? അതിൻ്റെ സ്ക്വയർ എടുക്കണം. ദെൻ മാഗ്നറ്റിക് ഫീൽഡ് ബിൻ്റെ വാല്യൂ എത്രയാണ്? 0.8 എന്ന് പറഞ്ഞാൽ 8 × 10⁻⁻1 ആണ്. ഡെസിമലിനെ എടുക്കാറില്ല. ദെൻ കറണ്ടിൻ്റെ വാല്യൂ 12 ആണ്. ദെൻ സൈൻ 30. ഓക്കെ, ഞാൻ ഡയറക്റ്റ് കൊടുക്കുകയാണ്. സൈൻ 30ൻ്റെ വാല്യൂ എത്രയാണ്? 1/2. എന്ത് ഡൗട്ട് നമുക്ക് കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ ഫുൾ മാർക്ക് വേണമെങ്കിൽ മക്കൾ നിർബന്ധമായിട്ട് NCERT പഠിച്ചേ പറ്റൂ. ഇക്വലം നിർബന്ധമായിട്ട്, അല്ലെങ്കിൽ ഇക്വലം മുതൽ നിർബന്ധമായിട്ടും. ഓക്കെ, ഇതൊന്ന് സോൾവ് ചെയ്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് നോക്കി നോക്കാം. അപ്പോൾ ദെൻ വെയിറ്റ്, ടോ ഇസ് ഈക്വൽ ടു, ഒന്ന് സോൾവ് ചെയ്യുക. എങ്ങനെ സോൾവ് ചെയ്യുക? ഇവിടെ 12ഉം 2ഉം കട്ട് ചെയ്താൽ ഇവിടെ ഒരു 6 ഉണ്ടാവും ഇല്ലേ. ഈ 20-ലെ 10ഉം ഈ 10⁻⁻1ഉം കട്ട് ചെയ്യാലോ? അത് കട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ബാക്കി ഉണ്ടാവുക 2 ഉണ്ട്. 2 × 6 എന്ന് പറഞ്ഞാൽ 12 ആണ്. 12 × 8 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 96 അല്ലേ. ഓക്കെ, 10ഉം 16ഉം. അപ്പോൾ 96 അവിടെയുണ്ട്. അപ്പോൾ 96, ഇനി പവറിനെയാണ് നമ്മൾ തീരുമാനിക്കേണ്ടത്. 10 × 10⁻² എന്ന് പറഞ്ഞാൽ 10⁻⁻1 അല്ലേ. 10⁻⁻1ൻ്റെ സ്ക്വയർ എത്രയാണ്? 10⁻⁻1ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 10⁻² അല്ലേ. അപ്പോൾ അത്രയാണ് വരിക പവർ, 10⁻² എന്ന് വരും. ദാറ്റ് ഈസ് 96 × 10⁻², ഓർ 9.6 ആണ് 10⁻⁻1. അല്ലെങ്കിലോ ഡയറക്റ്റ് എഴുതുകയാണെങ്കിൽ 0.96 ന്യൂട്ടൺ മീറ്റർ എന്നല്ലേ വരിക. ക്ലിയർ ആണോ? ഇതാണ് ആ ഒരു ക്വസ്റ്റ്യൻ 4.9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം +2 ഫിസിക്സിൻ്റെ ആൻസർ ആയിട്ട് വരിക. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. 4.9 ഏതാ കോൺസെപ്റ്റ്? റെക്റ്റാങ്കുലർ കോയിൽ ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ വെക്കുന്ന സമയത്ത് അവിടെ ആക്ട് ചെയ്യുന്ന ടോർക്കിൻ്റെ ഇക്വേഷനുമായി ബന്ധപ്പെട്ടാണ് ആ പ്രോബ്ലം വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇനി നമുക്കുള്ളത് MCG ആ ഒരു ഭാഗത്തു നിന്നുള്ള പ്രോബ്ലംസാണ്. ഒരു 3-4 പ്രോബ്ലംസ് കൂടിയാണ് നമ്മൾ റാഷണലൈസ്ഡ് ആയിട്ടുള്ള പുതിയ ടെക്സ്റ്റ് ബുക്കിലുള്ളത്. ഓക്കെ, അതിന് നെക്സ്റ്റ് വീഡിയോകളിലായിട്ട് പറ്റുമെങ്കിൽ 4 ഒരുമിച്ച് ചെയ്തുതരാം, അല്ലെങ്കിൽ 2-2 ചെയ്തുതരാം കേട്ടോ. മാക്സിമം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ NCERT ചെയ്തുതരാം. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് കറക്റ്റ് ഫോളോ അപ്പ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ എനിക്കും സന്തോഷമായിരിക്കും. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ എത്തിക്കിട്ടാം. മാർക്ക് സ്കോർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NCERT എക്സസൈസ് ആണ്. എന്ത് പഠിച്ചിട്ട് കാര്യമില്ല മക്കളെ, NCERT എക്സസൈസ് പഠിച്ചിട്ടില്ലേ ഉറപ്പായിട്ടും പണി കിട്ടും, അതിൻ്റെ ഡൗട്ടും വേണ്ട. ഓക്കെ, പേടിപ്പിക്കുന്നതല്ല, അത് സത്യമാണ്. NCERT എക്സസൈസിൽ നിന്ന് എന്തായാലും പ്രോബ്ലംസ് വരും. ഓക്കെ, അപ്പോൾ നന്നായിട്ട് പഠിക്കുക. നെക്സ്റ്റ് സെഷനിൽ അടുത്ത ക്വസ്റ്റിനായിട്ട് വീണ്ടും കാണാം കേട്ടോ. ഓക്കെ, താങ്ക് യു.